Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. അന്തരിച്ച മുതിർന്ന പത്രപ്രവർത്തകനും സഹകാരിയുമായ ഉടുമ്പൻതലയിലെ VT ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി. ഷാഹുൽ ഹമീദിന്റെ വിയോഗം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും തൃക്കരിപ്പൂരിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്കും തീരാ നഷ്ടമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പരിയാരം എംബേറ്റിൽ മേൽപ്പാലം അനുവദിച്ചുവെങ്കിലും സമരം അവസാനിപ്പിക്കില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ. എംബേറ്റിൽ നടത്തിവരുന്ന സമരം 71 ദിവസം പിന്നിട്ടു. മേൽപ്പാലത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നതുവരെ സമരം തുടരാൻ സമരക്കാരുടെ തീരുമാനം. വെങ്ങര റെയിൽവേ മേൽപ്പാലത്തിനായി പ്രദേശവാസികൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ. റെയിൽവേ ട്രാക്കിന് ഇരുഭാഗത്തും പാലം പ്രവൃത്തി നവംബറിൽ തന്നെ പൂർത്തിയായെങ്കിലും ഇവ തമ്മിൽ ബന്ധിപ്പിക്കാൻ റെയിൽവേ മുൻകൈയെടുത്ത് ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കണ്ണൂർ സ്വദേശിനി സബീന നലവടത്തൊരുക്കിയ വേവ്സ് ചിത്ര പ്രദർശനം ആസ്വാദക ശ്രദ്ധ നേടുന്നു. കടലിന്റെ വന്യതയും ശാന്തതയും വർണ്ണവൈവിധ്യവുമാണ് ഓരോ ക്യാൻവാസിലും സബീന വരച്ചു ചേർത്തിട്ടുള്ളത്. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുതിർന്ന പത്രപ്രവർത്തകനും സഹകാരിയുമായ ഉടുമ്പൻതലയിലെ VT ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി. ഷാഹുൽ ഹമീദിന്റെ വിയോഗം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും തൃക്കരിപ്പൂരിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്കും തീരാ നഷ്ടമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വലിയപറമ്പ് തൃക്കരിപ്പൂർ മേഖലയിൽ വികസന കാര്യങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അതിനൊപ്പം മാധ്യമപ്രവർത്തന രംഗത്തും സജീവമായിരുന്ന VT ഷാഹുൽ ഹമീദിന്റെ ദേഹവിയോഗത്തിൽ കുടുംബാംഗങ്ങളെയും പാർട്ടി നേതാക്കളെയും ആശ്വസിപ്പിക്കാനെത്തിയ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA ഉടുമ്പൻതലയിലെ വീട്ടിൽ 15 മിനിറ്റോളം ചെലവഴിച്ചു. ജില്ലയിലെ നേതാക്കളും ജനപ്രതിനിധികളും അദ്ദേഹത്തെ സ്വീകരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മായിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറി AGC ബഷീർ, മുൻ MLA MC കമറുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, നേതാക്കളായ സത്താർ വടക്കുംപാട്, TD കബീർ, ബഷീർ വള്ളിക്കോത്ത്, ഷംസുദ്ദീൻ IT, N റഷീദ് ഹാജി, KM കുഞ്ഞി, ഫായിസ് ബീരിച്ചേരി, CT വാജിദ് തുടങ്ങിയവർ ഉടുമ്പൻതലയിലെ വീട്ടിലെത്തിയിരുന്നു. നൂറ്റാണ്ടോളം ചന്ദ്രികയുടെ പ്രതിനിധിയായി ഈ പ്രദേശത്ത് പ്രവർത്തിച്ച ആൾ. അതിനൊക്കെ പുറമെ മുഴുവൻ ജീവിതത്തിൽ ജനപ്രതിയായും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തുമൊക്കെ നിറഞ്ഞ് വന്ന ആൾ. ഏറെ സേവനങ്ങൾ ഈ കപ്പാസിറ്റിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നാടിനും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്താണ്. എല്ലാവരുടെയും ഒരു സ്നേഹഭാജനമായി ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം അന്തരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പടന്നയിലെ മുതിർന്ന നേതാവുമായ VKP ഹമീദ് അലിയുടെ കോട്ടയം താറിലുള്ള വീട്ടിലും കുഞ്ഞാലിക്കുട്ടി സന്ദർശനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരം എംബേറ്റിൽ മേൽപ്പാലം അനുവദിച്ചുവെങ്കിലും സമരം അവസാനിപ്പിക്കില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ. എംബേറ്റിൽ നടത്തിവരുന്ന സമരം 71 ദിവസം പിന്നിട്ടു. മേൽപ്പാലത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നതുവരെ സമരം തുടരാനാണ് സമരക്കാരുടെ തീരുമാനം.
എംപിമാരായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ വി ശിവദാസൻ എന്നിവർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാത അതോറിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പ്രത്യേക ഉത്തരവ് പ്രകാരം എംബേരി ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 10 മീറ്റർ വീതിയിൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകാൻ സാധിക്കുന്ന വിധത്തിൽ മേൽപ്പാലം നിർമ്മിക്കാനാണ് അനുമതി. നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാത 66-ൽ എംബേരി ജംഗ്ഷനിൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകാൻ കഴിയുന്ന മേൽപ്പാലം നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയതായി കഴിഞ്ഞ ദിവസമാണ് വിവരം ലഭിച്ചത്. എംബേറ്റിൽ ദേശീയപാത സാധാരണ ഭൂനിരപ്പിനേക്കാൾ 5 മീറ്ററോളം താഴ്ചയിലാണ് കടന്നുപോകുന്നത്. നേരത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരവധി ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായി ആളുകൾക്ക് നടന്നുപോകാൻ മാത്രം സൗകര്യമുള്ള മേൽപ്പാലമാണ് ആദ്യം അനുവദിച്ചത്. എന്നാൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുൾപ്പെടെ നാട്ടുകാർക്ക് എത്തിപ്പെടുന്നതിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മേൽപ്പാലം തന്നെ വേണമെന്നതിനാലാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം തുടങ്ങിയതെന്നും മേൽപ്പാലം പണി തുടങ്ങുന്നതുവരെ സമരം തുടരുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. രാജ്യസഭാ എംപിമാരായ ജോൺ ബ്രിട്ടാസിനും ശിവദാസൻ എംപിക്കും നിവേദനങ്ങൾ കൊടുക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മൾ നിവേദനം ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് 2024 ഡിസംബറിൽ ഒരു 11-ാം തീയതിയാണ് ഞങ്ങൾക്ക് ജോൺ ബ്രിട്ടാസിൻ്റെ അടുത്ത് വിവരം കിട്ടുന്നത്. 11-ാം തീയതി ഉപരിതല ഗതാഗത മന്ത്രിയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് അവിടെ പോയിട്ടുള്ളത്. 11-ാം തീയതി ചർച്ച ഡൽഹിയിൽ പോയി. 11-ാം തീയതി ചർച്ച നടന്നില്ല. പിറ്റേ ദിവസം 12-ാം തീയതി ജോൺ ബ്രിട്ടാസും ശിവദാസൻ എംപി അടക്കം പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ 3 ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അവിടെ ഡൽഹിയിലെത്തി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു നമുക്ക് അനുകൂലമായ ഒരു നിലപാടന്നെ അന്ന് എടുത്തിട്ടുള്ളത്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ അവർ നമുക്ക് അനുകൂലമായിരുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ ചർച്ച വന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ ജോൺ ബ്രിട്ടാസ് എംപി മന്ത്രിയെ ധരിപ്പിക്കുകയും അങ്ങനെ ഇവിടുത്തെ ഒരു മേൽപ്പാലത്തിൻ്റെ പോസിബിലിറ്റി അന്വേഷിക്കുകയും റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. സമരം 71 ദിവസം പിന്നിട്ടു. ഓരോ ദിനവും നിരവധി പേരാണ് സമരപ്പന്തൽ സന്ദർശിച്ച് അഭിവാദ്യം അർപ്പിക്കുന്നത്. ഇന്ന് ഡോക്ടർ ഇ ബാലകൃഷ്ണൻ സമരപ്പന്തൽ സന്ദർശിച്ചു. വി രമണി അധ്യക്ഷത വഹിച്ചു. പി വി രാജൻ മാസ്റ്റർ, ഡോക്ടർ വിജയ ബാലകൃഷ്ണൻ, പി വി ഗോപാലൻ, പി വിജയൻ, എ പി സുരേന്ദ്രൻ, സുശീല ജോസ്, സെലീന ജോൺ, ഇ തമ്പാൻ, ചാലിൽ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വെങ്ങര റെയിൽവേ മേൽപ്പാലത്തിനായി പ്രദേശവാസികൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ. റെയിൽവേ ട്രാക്കിന് ഇരുഭാഗത്തും പാലം പ്രവൃത്തി നവംബറിൽ തന്നെ പൂർത്തിയായിരുന്നു. ഇവ തമ്മിൽ ബന്ധിപ്പിക്കാൻ റെയിൽവേ മുൻകൈയെടുത്ത് ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ച മുൻ കല്യാശ്ശേരി മണ്ഡലം MLA TV രാജേഷ് മുൻകൈയെടുത്താണ് 2020-ൽ കിഫ്ബി ബോർഡ് 20.84 കോടി രൂപ പദ്ധതിക്കായി അനുവദിച്ചത്. 2021 മെയ്യിൽ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം ഡിസംബറിൽ പൈലിംഗ് തുടങ്ങി. 3 മാസം കൊണ്ട് വെങ്ങര ഭാഗത്തുള്ള 5 തൂണുകളുടെയും മുട്ടം ഭാഗത്തുള്ള 3 തൂണുകളുടെയും പൈലിംഗ് പൂർത്തിയാക്കി. റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്തെ നിർമ്മാണമൊഴികെ മറ്റെല്ലാം പൂർത്തിയായി. പാലത്തിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് നീളുകയാണ്. പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാകാത്തത് പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്. ഈ പാലം തുടങ്ങിയിട്ട് വളരെ കാലം ഇങ്ങനെ നിർത്തിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ എന്താ കാരണം അറിയില്ല. എനിക്കൊന്ന് റെയിൽവേൻ്റെ വല്ല കളിയാവുന്നത് പറയുന്നില്ല. ഇത് തുടങ്ങും നാളെ തുടങ്ങുന്ന പറയുന്നത് കേൾക്കുന്നു. പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതിന് ഉടനെ ഒരു പരിഹാരം കാണണം. ഇപ്പം എനിക്ക് പറയാനുള്ളത് പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിലെ കൂടെ ഇങ്ങനെ ഏഴുമലക്കെല്ലാം പോകാനോ, ഇതിലെ കൂടെ അധികം ഏഴുമലക്ക പോവാം. അതുവഴി ഇങ്ങനെ പയ്യന്നൂർ അങ്ങനെ പോവാം. വെങ്ങര റെയിൽവേ ഗേറ്റ് അടിക്കടി തകരാറാകുന്നത് ഇതുവഴിയുള്ള യാത്ര പലപ്പോഴും ദുസ്സഹമാക്കുകയാണ്. റെയിൽവേ മേൽപ്പാലം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ ഇതുവഴിയുള്ള യാത്ര സുഗമമാകുമെന്ന് നാട്ടുകാരും പറയുന്നു. മേൽപ്പാലം പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കി ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 8 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമം. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ നെരുവമ്പ്രം പുല്ലാഞ്ഞിട അംഗൻവാടി റോഡ് ടാറിംഗ് നടത്തി നവീകരിച്ചു. റോഡ് ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. ഏഴോം പഞ്ചായത്തിലെ നെരുവമ്പ്രം പുല്ലാഞ്ഞിട അംഗൻവാടി റോഡിന്റെ ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. ഇതിന്റെ ഒരു പ്രയാസം 80 വർഷത്തിന്റെ ഒരു റോഡിന് വേണ്ടിയുള്ള നാടിന്റെ കാത്തിരിപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതായാലും
അപ്പോൾ തന്നെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞു. 20 ലക്ഷം രൂപയാവും എന്ന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ പറഞ്ഞു. ആ 20 ലക്ഷം രൂപ വളരെ വേഗതയിൽ തന്നെ നമുക്കിതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ പറ്റിയിട്ടില്ല. കാരണം പാർലമെന്റ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ ആദ്യ പ്രവൃത്തി ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ പറ്റിയില്ല. പിന്നീട് നമുക്ക് മഴ മാറി വളരെ വേഗതയിൽ തന്നെ ഇതിൻ്റെ പ്രവൃത്തി കരാറുകാരൻ പൂർത്തീകരിച്ചു. 20 ലക്ഷം രൂപയ്ക്ക് അതിമനോഹരമായി 2 സൈഡിലും കോൺക്രീറ്റ് ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിമനോഹരമായ ഒരു റോഡ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. 363 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമാണ് റോഡ് ടാർ ചെയ്തത്. ഇരുവശത്തും ഷോൾഡർ കോൺക്രീറ്റ് ചെയ്യുന്നതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. ജനങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പാണ് ഇതോടെ പൂവണിഞ്ഞത്. നാട്ടുകാർ റോഡ് ഉദ്ഘാടനം ആഘോഷമാക്കി. മുൻ പഞ്ചായത്ത് അംഗം KP മനോജ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ KV, N ഗോവിന്ദൻ, K രജീഷ്, ഉഷാ പ്രവീൺ, സജിത P, KP മോഹനൻ, KV സന്തോഷ്, MK സുകുമാരൻ, PK രാമദാസൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തളിപ്പറമ്പ് ജില്ലാ അസോസിയേഷൻ ക്ലബ് ബുൾബുൾ ഉത്സവ് 2025 തായ്നേരി SABTM സ്കൂളിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തളിപ്പറമ്പ് ജില്ലാ അസോസിയേഷൻ കബ് ബുൾബുൾ ഉത്സവ് 2025 തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഈ ഒരു പരിശീലന പദ്ധതി ഇന്നും നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി കൂടിയാണ് എല്ലാവരും കഴിയേണ്ടത്. ഇതുവരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്കെല്ലാം ഒരു ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ ചെറിയ മക്കൾക്ക് വീട്ടിലവരെല്ലാം വിട്ട് ഇങ്ങനെ ഒരു ലോകത്ത് കഴിയേണ്ടി വരുന്നതിൻ്റെ നല്ല അനുഭവങ്ങളും മധുരതരമായിട്ടുള്ള ഓർമ്മകളും ഈ ഒരു ക്യാമ്പ് നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. വാർഡ് കൗൺസിലർ KK സുമ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മീഷണർ CP ബാബുരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. BSG തളിപ്പറമ്പ് ജില്ലാ സെക്രട്ടറി P രമേശൻ, പയ്യന്നൂർ AEO ജ്യോതിബസു TV, രേഖ JC, ഗീത P, സന്തോഷ്, വിനോദ്, ഇസ്മയിൽ, മോഹൻദാസ് PM തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരുവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC 46 സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് വിനോദ് MP സല്യൂട്ട് സ്വീകരിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC 46 സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് SPC ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ കൂടിയായ വിനോദ് MP സല്യൂട്ട് സ്വീകരിച്ച് പരേഡ് പരിശോധിച്ചു. ചടങ്ങിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, പയ്യന്നൂർ സബ് ഡിവിഷൻ DYSP P വിനോദ് കുമാർ, പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീഹരി K, SPC കണ്ണൂർ റൂറൽ ADNO K പ്രസാദ്, SPC പ്രൊജക്ട് അസിസ്റ്റന്റ് ജയദേവൻ, K രമേശൻ, രഞ്ജിത്ത് M, HM P മിനി, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ മുകേഷ് K, അജിത K എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CPO K സന്തോഷ്, ACPO ശ്രീജ MV എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 4 വർഷമായി പാസിംഗ് ഔട്ട് പരേഡിന് ശബ്ദമാധുര്യം നൽകിയ അനൗൺസർ രമേശന് ചടങ്ങിൽ വെച്ച് സ്നേഹാദരം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ സ്വദേശിനി സബീന നലവടത്ത് പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ വേവ്സ് ചിത്ര പ്രദർശനം ആസ്വാദക ശ്രദ്ധ നേടുന്നു. കടലിന്റെ വന്യതയും ശാന്തതയും വർണ്ണ വൈവിധ്യവുമാണ് ഓരോ ക്യാൻവാസിലും സബീന നലവടത്ത് വരച്ചു ചേർത്തിട്ടുള്ളത്. കടൽ മനുഷ്യന്റെ കാഴ്ചകൾക്കും വർണ്ണനകൾക്കും അതീതമായ ഒന്നാണ്.
മനോഹരമായ കടൽ കാഴ്ചകൾ നിരവധി പേരാണ് ആസ്വദിക്കാറുള്ളതും. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചെന്നാൽ വർണ്ണങ്ങൾ കൊണ്ട് തീർത്ത സാഗരഭാവങ്ങൾ കാണാം. സബീന നലവടത്തൊരുക്കിയ വേവ്സ് എക്സിബിഷനിൽ കടലിന്റെയും പുഴകളുടെയും വിവിധ ഭാവങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രരചനയിൽ സബീനയുടെ ഇഷ്ടവിഷയങ്ങൾ കടലും പുഴയും ഓളങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ കടൽ തിരമാലകളാണ് ഇക്കുറി സബീനയുടെ എക്സിബിഷനിലെ മുഖ്യ വിഷയം. എൻ്റെ പേര് സബീന നലവടത്ത്. ഞാൻ ചെറുപ്പം മുതലേ ചിത്രം വരക്കാറുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ നാരായണൻ നലവടത്ത്. എൻ്റെ അച്ഛൻ നാരായണൻ നലവടത്താണ് എന്നെ ചിത്രം വരാൻ പഠിപ്പിച്ചത്. അച്ഛനാണ്. അച്ഛൻ ടാഗോർ വിദ്യാനികേതനിൽ ഡ്രോയിങ് ടീച്ചറായിരുന്നു. അപ്പോൾ കുറേ കാലം മുമ്പ് തന്നെ പെയിൻറ്റിങ് എക്സിബിഷൻ ഞാനും ഹസ്ബൻഡും ചേർന്ന് വരച്ച് തുടങ്ങിയതാണ്. അപ്പോൾ കോവിഡിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു സോളോ എക്സിബിഷൻ നടത്തുന്നത്. കടലും പുഴയും ഓളങ്ങളും ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഒരേ ഒരു വിഷയം വെച്ച് ഒരു എക്സിബിഷൻ, അതാണ് വേവ്സ് എന്ന ഒരു പേരിൽ എക്സിബിഷൻ നടത്തുന്നത്. ചെയ്യുന്നത് അക്രിലിക് പെയിൻറ്റിലാണ് വരയ്ക്കുന്നത്. മുൻപ് ഓയിൽ പെയിൻ്റായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് മാറി അക്രിലിക്ക് മാറി. അപ്പോൾ അങ്ങനെ ആർട്ട് ഗാലറിയിൽ ആദ്യമായിട്ട്, പയ്യന്നൂർ ആർട്ട് ഗാലറിയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കടലിന്റെ വന്യതയും ശാന്തതയും വർണ്ണവൈവിധ്യവുമാണ് ഓരോ ക്യാൻവാസിലും സബീന നലവടത്ത് വരച്ചു ചേർത്തിട്ടുള്ളത്. കണ്ണൂർ സ്വദേശിനിയും കാഞ്ഞങ്ങാട് RTO ഓഫീസ് ജീവനക്കാരിയുമായ സബീന മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും പയ്യന്നൂരിൽ ആദ്യമായാണ് തന്റെ എക്സിബിഷൻ നടത്തുന്നത്. ഫെബ്രുവരി 11 എക്സിബിഷൻ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പയ്യന്നൂർ താലൂക്ക് സമ്മേളനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പയ്യന്നൂർ താലൂക്ക് സമ്മേളനം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ രാജ്യത്തിന്റെ വിശ്വസ്തമായ ഒരു മേഖലയെ ജനകീയ അടിത്തറയുള്ള ജനപക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക സംവിധാനത്തെ, ഒരു പാരലൽ ഗവൺമെന്റിനെ എങ്ങനെയാണ് ജനങ്ങൾ അവിശ്വസിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ ഇന്ന് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. നമ്മളാരും തെറ്റുകാരാണ് എന്നല്ല, എന്നാൽ നമ്മൾ തെറ്റുകാരല്ല എന്നുമല്ല. എങ്ങനെയാണ് നമ്മളതിനെ ശക്തിപ്പെടുത്തേണ്ടത്? ജനങ്ങളുടെ വിശ്വാസം എങ്ങനെ ആർജിച്ചെടുക്കണം? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിവന്നൂർ ബാങ്ക് ഉൾപ്പെടെ, കണ്ണൂർ മാത്രമല്ല. KCEF പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് ശശി KP അധ്യക്ഷത വഹിച്ചു. KCEF പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി ശശി നരിക്കോട് സ്വാഗതം ആശംസിച്ചു. KCEF കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബാബു മാത്യു യാത്രയയപ്പും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നിർവഹിച്ചു. അഗീഷ് കുമാർ, രഘുനാഥൻ NV, അയ്യപ്പൻ T, രാജീവൻ AV, സുനിൽ ബാലകൃഷ്ണൻ, ചന്ദ്രിക സതീഷ്, ശൈലജ, രതീഷ് കുമാർ, ലിബിന T, പ്രിയ PV, ബൈജുലാൽ K തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാലിന്യങ്ങൾ നിറഞ്ഞ് മാടായി ഗ്രാമപഞ്ചായത്തിലെ ചൈന ക്ലേ റോഡ് പരിസരം. ചൈന ക്ലേ കമ്പനിക്ക് സമീപത്തായ റോഡിന് ഇരുവശവുമാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെ അലക്ഷ്യമായി വലിച്ചെറിയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കുകണക്കിനാണ് റോഡരികിൽ തള്ളിയിരിക്കുന്നത്. കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളും മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുള്ളവയാണ് സമീപത്തെ ഓവുചാലിൽ ഉൾപ്പെടെ തള്ളിയിട്ടുള്ളത്. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണുള്ളത്. മതിലിനു മുകളിൽ വരെ ചാക്കുകെട്ടുകളിലായി മാലിന്യം കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട്. പഴയ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുണ്ട്. അസഹ്യമായ ദുർഗന്ധം കാരണം പലപ്പോഴും യാത്രക്കാർക്കും ഇതുവഴി പോകാനാകാത്ത അവസ്ഥയാണ്. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നാടും നഗരവും മാലിന്യമുക്തമാക്കാൻ വിവിധ പദ്ധതികളുമായി ഹരിത കേരള മിഷനും സർക്കാരും മുന്നോട്ടു പോകുമ്പോൾ ഇവിടെ ദിനംപ്രതി മാലിന്യം നിറയുകയാണ്.
അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടം മാലിന്യം തള്ളാനുള്ള കേന്ദ്രമായി തന്നെ മാറും എന്നത് തീർച്ച. എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33-ാം പയ്യന്നൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം ചന്തപുരയിൽ നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33-ാം പയ്യന്നൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം ചന്തപുരയിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി വണ്ണാത്തിക്കടവ് പാലം കേന്ദ്രീകരിച്ച് സമ്മേളന നഗരിയിലേക്ക് പ്രകടനം നടത്തി. തുടർന്നു നടന്ന വാർഷിക സമ്മേളനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ കാര്യം ആവശ്യം ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 600 കോടി രൂപ അല്ലേ പെൻഷനേഴ്സിന് വേണ്ടി ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക തീർക്കും എന്ന പ്രഖ്യാപനം കൂടി നമ്മുടെ ഗവൺമെന്റ് നടത്തിയ വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് KSSPUവിൻ്റെ പയ്യന്നൂർ ബ്ലോക്ക് സമ്മേളനം നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം, നിങ്ങളുടെ സമ്മേളനത്തിന് വേണ്ട ഒരു സമ്മാനം പോലെ തന്നെയായി. കാരണം സമ്മേളന ദിവസം രാവിലെ വന്ന മാധ്യമങ്ങളിലെല്ലാം തലക്കെട്ടിൽ കെ ദാമോദര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. കെ കരുണാകരൻ മാസ്റ്റർ, IC ജയശ്രീ ടീച്ചർ, EP ബാലകൃഷ്ണൻ, കെ മോഹനൻ, CI വത്സല ടീച്ചർ, NK സുജിത്ത്, PV പ്രീത, PV ഷൈന, KV കുഞ്ഞിരാമൻ, കെ ദേവകി ടീച്ചർ, കെ നാരായണൻ മാസ്റ്റർ, EP നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തംസ് അപ്പ് പദ്ധതിയുടെ ഭാഗമായി GHSS വെള്ളൂരിൽ സൈക്കിൾ റിപ്പയറിംഗ് പരിശീലനം നടത്തി. സ്വയം അറ്റകുറ്റപ്പണികൾ തീർത്ത സൈക്കിളുകൾ ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിയത്. ക്ലാസ് റൂം പഠനത്തിനോടൊപ്പം കുട്ടികൾക്ക് സാങ്കേതിക പരിശീലനം കൂടി നൽകി ശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗികത തിരിച്ചറിയുന്നതിനും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുവഴി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമിട്ട പദ്ധതിയാണ് തംസ് അപ്പ്. പ്ലംബിംഗ് വർക്കുകൾ, LED ബൾബ് നിർമ്മാണം, റിപ്പയറിംഗ് എന്നീ പരിശീലനങ്ങൾക്ക് ശേഷമാണ് സൈക്കിൾ റിപ്പയറിംഗിൽ പരിശീലനം നൽകിയത്. കേടുപാടുകൾ പറ്റി ഉപേക്ഷിക്കപ്പെട്ട സൈക്കിളുകൾ ശാസ്ത്രസാഹിത്യ പരിഷത്ത് പ്രവർത്തകനും മുൻ പ്രധാന അധ്യാപകനുമായ PV വിജയൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കുട്ടികൾ തന്നെ റിപ്പയർ ചെയ്തു. സൈക്കിൾ പഞ്ചറൊട്ടിക്കൽ, ബ്രേക്ക് ചെയിൻ ടൈറ്റാക്കൽ, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പോലെയുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ കുട്ടികൾ പ്രാപ്തി കൈവരിച്ചു. സ്കൂൾ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തത്. ചടങ്ങിൽ പ്രധാന അധ്യാപിക V ദീപ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് N രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജയചന്ദ്രൻ K ഉദ്ഘാടനം നിർവഹിച്ചു. വിശ്വനാഥൻ KK, കോർഡിനേറ്റർ സ്മിത K തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ MV സുമൻലാൽ, ഷീബ V എന്നിവർ നേതൃത്വം നൽകി. ക്ലബ്ബ് അംഗങ്ങളായ വൈശാഖി, ഋഷികുല്യ, ജിഷ്ണുരാജ്, റോഹൻ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ജ്വലന സ്ത്രീ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ MT ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ജ്വലന സ്ത്രീ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന MT ജയചന്ദ്രൻ അനുസ്മരണം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. VK ബാലാമണി ടീച്ചർ സ്വാഗതം ആശംസിച്ചു. KM സുലോചന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രഭാഷകൻ രവി ഏഴോം അനുസ്മരണ പ്രഭാഷണം നടത്തി. വിശപ്പ് എന്ന് പറയുന്നത് ചെറിയ പ്രശ്നമല്ല. വിശന്നാൽ നമുക്ക് ഉറങ്ങാൻ കഴിയും. ഒരു കഥയിലൂടെ ഒരു സാമൂഹ്യ ചരിത്രത്തെ, ഒരു കാലഘട്ടത്തെ MT തന്റെ കഥയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഒരൊറ്റ കഥ വായിച്ചാൽ നമുക്ക് ഇന്ന് വായിക്കുമ്പോൾ പോലും നമുക്ക് ആ കഥ നമ്മളെ വല്ലാതെ വേവലാതിപ്പെടുത്തും എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധിയായ കഥകളിലൂടെ, സിനിമകളിലൂടെ MT തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നമുക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ S ജ്യോതി, AIDWA ഏരിയ സെക്രട്ടറി P ശ്യാമള, KP ജ്യോതി, KV ചാന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫോക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ കഥകളി ആചാര്യൻ രൗദ്രശ്രീ TT കൃഷ്ണനാശാന്റെ 80ാം പിറന്നാളാഘോഷം കൃഷ്ണായനം പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ വെച്ച് നടന്നു. പരിപാടി M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ഫോക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കഥകളി ആചാര്യൻ രൗദ്രശ്രീ
ടി കൃഷ്ണനാശാന്റെ 80ാം പിറന്നാൾ ആഘോഷം കൃഷ്ണായനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്ന നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ കലാരൂപത്തെ പല വേദിയിലും നമ്മൾ സംസാരിക്കാറുണ്ട് ഒക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ ഈ ചടങ്ങ് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ചടങ്ങല്ല. കാരണം അതിൻ്റെ കുലപതികൾ ഇവിടെ നിൽക്കുകയാണ്, ഇതിൻ്റെ ആശാന്മാരിവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് അത് പറയുക എന്നുള്ള പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇന്നിവിടെ രൗദ്രശ്രീ ടി കൃഷ്ണദാസൻ ഞാനിപ്പോൾ ജനതനോട് ആ ഒരു സംശയം ചോദിച്ചു, ഈ രൗദ്രശ്രീ എന്ന് പറയുന്നത്. കാരണം അന്നേരം ജയരാജനോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ നോക്കിയിട്ട് രൗദ്രശ്രീ എന്ന കൃഷ്ണൻ്റെ മുഖം നോക്കി പറയാം. അപ്പോൾ നേരത്തെ എനിക്ക് തോന്നുന്നു KC അങ്ങനൊരു അഭിപ്രായം മറ്റൊരു വേദിയിൽ പറഞ്ഞിരുന്നു എന്ന് ജയരാജൻ എന്നോട് മറുപടി പറയുകയും ചെയ്തു. ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ഗുരു സദനം ബാലകൃഷ്ണൻ, പത്മശ്രീ SRD പ്രസാദ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. രാമകൃഷ്ണൻ കണ്ണോം ആദരഭാഷണം നടത്തി. KP ശ്രീധരൻ, ജഗദീഷ് ജനാർദ്ദനൻ, മാധവൻ കാമ്പ്രത്ത്, അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, വെതിരമന വിഷ്ണു നമ്പൂതിരി, K സുരേശൻ എന്നിവർ സംസാരിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ രമേഷ് പൈ, കലാമണ്ഡലം നാരായണൻ നമ്പീശൻ, NV കൃഷ്ണൻ, ഡോക്ടർ C സന്തോഷ്, ഡോക്ടർ സിന്ധു കിഴക്കാനിയിൽ, EP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ദിവ്യ ജഗദീഷിന്റെ ഭരതനാട്യവും ഭഗവതം കഥകളിയും അനിൽ പുത്തലത്തിന്റെ ഡോക്യുമെന്ററിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഫെബ്രുവരി 15-ന് മിനി മാരത്തോൺ മത്സരം സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്യും. തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഫെബ്രുവരി 15-ന് ശനിയാഴ്ച മിനി മാരത്തോൺ മത്സരം സംഘടിപ്പിക്കുന്നു. പൊതുവിഭാഗം, വനിതാ വിഭാഗം, തായ്നേരി SABTM ഹൈസ്കൂളിലെ കുട്ടികൾ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, അതിനു മുന്നെയോ ജനിച്ചവർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് മത്സരം. പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് ഫെബ്രുവരി 15-ന് ശനിയാഴ്ച രാവിലെ 6:30-ന് സ്കൂൾ പരിസരത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ K അനൂപും അന്നൂർ അക്ഷയ സെന്റർ പരിസരത്ത് വെച്ച് കേരള ഫസ്റ്റ് ബ്ലേഡ് റണ്ണർ സജേഷ് കൃഷ്ണനും നിർവഹിക്കും. പൊതുവിഭാഗത്തിലെ 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 7000, 5000, 3000 രൂപയും 4 മുതൽ 10 വരെയുള്ള സ്ഥാനക്കാർക്ക് 1000 രൂപയും പ്രൈസ് മണി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 3 വിഭാഗങ്ങളിലെയും 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 3000, 2000, 1000 രൂപയും 4 മുതൽ 10 വരെയുള്ള സ്ഥാനക്കാർക്ക് 500 രൂപയും ക്യാഷ് പ്രൈസ് നൽകും. സമ്മാന വിതരണം പയ്യന്നൂർ DYSP K വിനോദ് കുമാർ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ KR വിനോദ്, K സന്തോഷ്, PP കൃഷ്ണൻ, MK ഇസ്മയിൽ, രഘു ചീനേരി, ബിന്ദു M, മഹറൂഫ് M തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി മണ്ഡലത്തിലെ +1, +2 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും മോട്ടിവേഷൻ സെഷനും എരിപുരത്തുള്ള മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിയർ ഗൈഡൻസ് ക്ലാസും മോട്ടിവേഷൻ സെഷനും M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരു പിങ്ക് ഫുട്ബോൾ അക്കാദമി, പെൺകുട്ടികൾക്കായി ഒരു പിങ്ക് ഫുട്ബോൾ അക്കാദമി, അവരുടെ കഴിവിന് ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിലേക്കും ഭാവിയിൽ മറ്റ് കായിക തലങ്ങളിലേക്കും നമ്മുടെ നാടിൽ നിന്ന് പ്രതിഭയെ കണ്ടെത്താനുള്ള പദ്ധതി ഉൾപ്പെടെയുള്ള ആലോചനകൾ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ എല്ലാ മേഖലയിലും സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നായി ഇന്നത്തെ ഈ കരിയർ ഗൈഡൻസ് ക്ലാസും മോട്ടിവേഷൻ സെഷനും മാറുകയാണ്. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു സംസാരിച്ചു. ചടങ്ങിൽ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി നടത്തിയ 1 സ്കൂൾ 1 പ്രൊഫഷണൽ സ്കോളർഷിപ്പിന് യോഗ്യത നേടിയ 64 വിദ്യാർത്ഥികളെയും ACCA ഇന്റർനാഷണൽ റാങ്ക് ഹോൾഡർ ഹസ്ന അലി മുഹമ്മദിനെയും അനുമോദിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ, ഡോക്ടർ അനന്തു S കുമാർ, ഷാജൽ ബാലുശ്ശേരി, മിഥുൻ മിത്വ, CK സുധീഷ്, റുഫൈദ് KP എന്നിവർ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാനും പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമാകുന്ന നിലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ സമിതി അംഗം TV ഗണേശൻ മാസ്റ്റർ,
സ്വാഗതവും പ്രിൻസിപ്പൽ ഫോറം കൺവീനർ ഡോക്ടർ എൻ രാജേഷ് നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പഴയ. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗോളതലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ സന്നദ്ധ സേവന സംഘടനയായ റോട്ടറിയുടെ സേവന പ്രവർത്തനങ്ങൾ പ്രധാനമായും 7 ഫോക്കസ് ഏരിയകളിലൂടെയാണ് നിർവഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയയാണ് വാട്ടർ സാനിറ്റേഷൻ ഹൈജീൻ, ശുദ്ധജല ശുചിത്വ ശുചീകരണ നടപടി. അതിൻ്റെ ഭാഗമായിട്ടാണ് കരിവെള്ളൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ശുദ്ധവും സുരക്ഷിതവുമായ വെള്ളം നൽകുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു വാട്ടർ പ്യൂരിഫയർ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ പി കുഞ്ഞമ്പു അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി തമ്പാൻ, പി രാജീവൻ, അബ്ദുൾ റഹീം CH, എ ഗംഗാധരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ, കെ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിൽ ആശ്രയ പദ്ധതി പ്രകാരം മരണാനന്തര സഹായ വിതരണം മാതമംഗലം വ്യാപാര ഭവനിൽ നടന്നു. എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ധനസഹായ വിതരണം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിലും ആശ്രയ പദ്ധതിയിലും അംഗങ്ങളായിരിക്കെ മരണപ്പെട്ട VC നാരായണൻ, VC ശാന്ത എന്നിവരുടെ അവകാശിക്ക് മരണാനന്തര ധനസഹായമായി 15 ലക്ഷം രൂപ വിതരണം മാതമംഗലം വ്യാപാര ഭവനിൽ നടന്നു. എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ധനസഹായ വിതരണം നിർവഹിച്ചു. കരുതലുകളില്ലാത്ത കുടുംബങ്ങൾക്ക് തീർച്ചയായും ചില കൂട്ടായ്മകളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെയുള്ള ആശ്രയ പദ്ധതിയും അംഗത്വവുമെല്ലാം കച്ചവടക്കാർക്കല്ല എല്ലാ മേഖലയിലും പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബത്തിലൊരു താങ്ങായി നിൽക്കും. കാരണം ഒരു ചെറിയ സംഖ്യയൊന്നുമല്ല. കാരണം എത്രയോ ആളുകളുടെ കൂട്ടായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഉൽപ്പന്നമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യാതിഥിയായി. യൂണിറ്റ് പ്രസിഡന്റ് TP മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹരിത രമേശൻ, PK അബ്ദുൽ ഖാദർ മൗലവി, KK സൈദാലി, TV മാധവൻ, M ജനാർദ്ദനൻ, VK കുഞ്ഞപ്പൻ, ഗോവിന്ദൻ മൂടേങ്ങ, മധു ഓലയമ്പാടി, രതീഷ് കായ്പൊയിൽ, ഷംസുദ്ദീൻ കണ്ടോത്താർ, രഘുത്തമൻ പെരുവാമ്പ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മുതിർന്ന പത്രപ്രവർത്തകനും സഹകാരിയുമായ ഉടുമ്പൻതലയിലെ VT ഷാഹുൽ ഹമീദിന്റെ നിര്യാണത്തിൽ തൃക്കരിപ്പൂർ പ്രസ് ഫോറം യോഗം അനുശോചിച്ചു. ഫെബ്രുവരി 10 പ്രസ് ഫോറം ഹാളിൽ VT ഷാഹുൽ ഹമീദിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. 5 പതിറ്റാണ്ടിലധികം മാധ്യമരംഗത്തും പൊതുപ്രവർത്തന മേഖലയിലും സജീവമായിരുന്ന VT ഷാഹുൽ ഹമീദ് വിശ്രമ ജീവിതം നയിക്കുന്നതിനിടയിലാണ് വിട പറഞ്ഞത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ ലേഖകനായി 50 വർഷത്തിലധികം തൃക്കരിപ്പൂരിൽ പ്രവർത്തിച്ച VT ഷാഹുൽ ഹമീദിന്റെ വേർപാടിൽ പ്രസ് ഫോറം ഹാളിൽ നടന്ന യോഗം അനുശോചിച്ചു. പ്രസിഡന്റ് ഉർമീസ് തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P പ്രസാദ്, KV സുധാകരൻ, TV ചന്ദ്രദാസ്, രാഘവൻ മാണിയാട്ട്, P മഷൂദ്, A മുകുന്ദൻ, ഇബ്രാഹിം തൃക്കരിപ്പൂർ, രജീഷ് കുളങ്ങര, TMC മുഹമ്മദ് മാസ്റ്റർ, P ശില്പ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരളം AKG വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനായനം പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരളം AKG വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനായനം പരിപാടി സംഘടിപ്പിച്ചു. ബാലചന്ദ്രൻ എരവിലിന്റെ ബാലസാഹിത്യ കൃതികളാണ് വായനായനത്തിൽ ഉൾപ്പെടുത്തിയത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നയന T, ശ്രീദിയ സുരേഷ്, ഭാനുപ്രിയ, ശ്രീനിധി അനിൽ തുടങ്ങിയവർ പുസ്തകാവതരണം നടത്തി. P നാരായണന്റെ വീട്ടുമുറ്റത്താണ് വായനായനം പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച മുതിർന്ന പത്രപ്രവർത്തകനും സഹകാരിയുമായ ഉടുമ്പൻതലയിലെ VT ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി. ഷാഹുൽ ഹമീദിന്റെ വിയോഗം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും തൃക്കരിപ്പൂരിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്കും തീരാ നഷ്ടമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി.
പരിയാരം എംബേറ്റിൽ മേൽപ്പാലം അനുവദിച്ചുവെങ്കിലും സമരം അവസാനിപ്പിക്കില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ. എംബേറ്റിൽ നടത്തിവരുന്ന സമരം 71 ദിവസം പിന്നിട്ടു. മേൽപ്പാലത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നതുവരെ സമരം തുടരാൻ സമരക്കാരുടെ തീരുമാനം. വെങ്ങര റെയിൽവേ മേൽപ്പാലത്തിനായി പ്രദേശവാസികൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ. റെയിൽവേ ട്രാക്കിന് ഇരുഭാഗത്തും പാലം പ്രവൃത്തി നവംബറിൽ തന്നെ പൂർത്തിയായെങ്കിലും ഇവ തമ്മിൽ ബന്ധിപ്പിക്കാൻ റെയിൽവേ മുൻകൈയെടുത്ത് ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കണ്ണൂർ സ്വദേശിനി സബീന നലവടത്തൊരുക്കിയ വേവ്സ് ചിത്ര പ്രദർശനം ആസ്വാദക ശ്രദ്ധ നേടുന്നു. കടലിന്റെ വന്യതയും ശാന്തതയും വർണ്ണവൈവിധ്യവുമാണ് ഓരോ ക്യാൻവാസിലും സബീന വരച്ചു ചേർത്തിട്ടുള്ളത്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.